Hello beautiful people, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ കൊച്ചിലകത്തേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു DIY നൈറ്റ് ക്രീമാണ്. ഈ നൈറ്റ് ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അലോവേരയാണ്. അലോവേര എന്ന് പറയുന്ന പ്ലാന്റ് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വളർത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് ജെൽ സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ നമ്മൾ അലോവേരയിൽ നിന്ന് ജെൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നൊരു കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്ത് ഒരു നല്ല നൈറ്റ് ക്രീം, എഫക്റ്റീവ് ആയിട്ടുള്ള നൈറ്റ് ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. പക്ഷെ നമ്മൾ ഈ ജെൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന് റിവേഴ്സ് എഫക്റ്റും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. അതുപോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ജെൽ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഹാൻഡ്സൊക്കെ നല്ലോണം സോപ്പിട്ടിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാം. കാരണം നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ലീഫ് കട്ട് ചെയ്തെടുക്കലും ജെൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈ 100% ക്ലീൻ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഏറ്റവും താഴത്തെ തന്നെയായിട്ട് നമുക്ക് നമ്മുടെ ലീഫ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നമ്പർ ഓഫ് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒരെണ്ണം എടുക്കുന്നുള്ളൂ, കാരണം ഓരോ തവണയും ഏറ്റവും ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. കണ്ടോ, ഈ ലീഫിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു യെല്ലോ കളറിലുള്ള ലിക്വിഡ് ഉണ്ടായിരിക്കും. ഇതാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല, സ്കിൻ ഇറിറ്റേഷനൊക്കെ ചിലർക്ക് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് എല്ലാവരും മിസ്റ്റേക്കുകൾ കാണിക്കാറ്. അപ്പോൾ ആ ലാറ്റക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കുത്തനം ചാരി വെച്ച് നിർത്തുക. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ ലാറ്റക്സ് ഒക്കെ ഊർന്ന് വന്നിട്ടുണ്ടാവും. ഇത് നമുക്കൊരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ലാറ്റക്സ്. അപ്പോൾ അതങ്ങനെ പോയി നമുക്ക് ഉറപ്പ് വരണ വരെ അതങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു അലോവേരയുടെ ലാറ്റക്സോട് ഒട്ടിയിരുന്ന ഭാഗം നമുക്കൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ സൈഡിൽ മുള്ളു പോലെയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ അലോവേരയ്ക്ക് ഒരു റൗണ്ട് പോലത്തെയുള്ള ഭാഗമുണ്ട്, ഒരു പരന്ന ഭാഗമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കത്തി വെച്ചിട്ട് ആ പരന്ന ഭാഗം സ്ലൈസ് ചെയ്തെടുക്കാനാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമുക്ക് പരന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. സ്കിന്നിനോട് ചേർന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതിൻ്റെ ഉള്ളുന്ന ജെല്ലൊന്നും അത്രയധികമായിട്ട് പോവില്ല. അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കണ്ടിപ്പോൾ ഓൾമോസ്റ്റ് ജെല്ല് അതുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട്. സ്കിൻ മാത്രമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ. ഇത് നമുക്കൊരു സ്പൂണിൻ്റെ സഹായത്തോടെ നമുക്ക് അതിനുള്ള ജെല്ല് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ ജെല്ലും സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ തന്നെ ചെയ്യുന്നതാണ് കുറച്ചും കൂടിയും ഈസി കേട്ടോ. ഇങ്ങനെ സ്കിന്നോട് ചേർത്തിട്ട് തന്നെ അതിൻ്റെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്ര അധികം ഒന്നും ജെല്ല് വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് ഏകദേശം മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ ജെല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നാച്ചുറൽ അലോവേര ജെൽ എന്ന് പറയുന്നത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗ്രീൻ കളറിലൊക്കെ കിട്ടാറ് പതിവ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കളേഴ്സും പിന്നെ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതിന് ആ ഒരു കളറുള്ളത്. അതിനുശേഷം നമുക്കിതൊരു മിക്സറിൽ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള അലോവേര ജെല്ല് നമുക്ക് ആ മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്യാൻ കൊടുക്കാം. ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. ലൈക്ക് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലൊരു ശരിക്കൊരു വെള്ളം പോലെ തന്നെ ആയിട്ടുണ്ടാവും അത്. ഇത് നമുക്ക് കുറേ കാലം സൂക്ഷിക്കണം എന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സൂൾസും കൂടെ ആഡ് ചെയ്യാം. ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ഭയങ്കരധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഒരു 2 എണ്ണത്തിന് പകരം 4 വരെ ആഡ് ചെയ്യാം. നോർമൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം മതി. ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പോഴാണ് അതിന് ഏറ്റവും ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണല്ലോ അത് ഏറ്റവും നന്നായിട്ടിരിക്കാം. അപ്പോൾ ഇതാണ് ജെൽ എന്ന് പറയുന്നത്. ഇതിന് ജെൽ കൺസിസ്റ്റൻസി അല്ല, ഒരു ചെറിയ ലിക്വിഡ് കൺസിസ്റ്റൻസി തന്നെ ഉണ്ടാവും. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവിസിബിൾ ആണ്, അതായത് വൈറ്റ് പോലെ ഒന്നും നിൽക്കില്ല, നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ നമുക്കിത് രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ ആകുമ്പോൾ എണീക്കുമ്പോൾ നമുക്കത് കഴുകിക്കളയാം. അപ്പോൾ രാത്രിയാണല്ലോ നമ്മുടെ സ്കിന്നൊക്കെ റിപ്പയർ ആവുന്ന സമയം. അപ്പോൾ അതിന് മാക്സിമം ബെനിഫിറ്റ് അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നായിട്ട് നമുക്ക് മോർണിംഗിൽ എണീക്കാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.